ആകാശവാണി തിരുവനന്തപുരം. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വികസിത് ഭാരത് സങ്കൽപ് യാത്ര. ഏതൊരു ഭരണകൂടത്തിൻ്റെയും വിജയം ജനക്ഷേമ പദ്ധതികളുടെ ഗുണഫലം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമ്പോഴും കൂടുതലിടങ്ങൾ പദ്ധതിയുടെ ഭാഗമാകുമ്പോഴുമാണ്. ഇക്കഴിഞ്ഞ 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ ഉലിഹാദു ഗ്രാമത്തിൽ തുടക്കം കുറിച്ച വികസിത ഭാരത് സങ്കൽപ് യാത്ര തികച്ചും നൂതനമായ ഒരു കാൽവയ്പാണ്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അത്തരം പദ്ധതികളിൽ നിന്ന് ഒഴിവായവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നതുകൂടിയാണ് ലക്ഷ്യം. PM കിസാന്റെ 15ാം ഗഡുവും അദ്ദേഹം ഈ അവസരത്തിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ വികസിത് ഭാരത് സങ്കൽപ് പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. ഗോത്ര നേതാവായ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മം കൊണ്ട് പവിത്രമാണ് ഉലിഹാദു. ഗോത്രാഭിമാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം പരാമർശിച്ച പ്രധാനമന്ത്രി അനേകം ഗോത്ര വീരന്മാരുള്ള ഝാർഖണ്ഡിന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഝാർഖണ്ഡുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ ആയുഷ്മാൻ യോജന ഝാർഖണ്ഡിൽ നിന്നാണ് തുടങ്ങിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ചരിത്ര സംഭവങ്ങളാണിപ്പോൾ ഝാർഖണ്ഡിൽ തുടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിലാദ്യത്തേത് വികസിത് ഭാരത് സങ്കൽപ് യാത്രയും രണ്ടാമത്തേത് വംശനാശത്തിന്റെ വക്കിലുള്ള ഗോത്രങ്ങളെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ് മഹാ അഭിയാനും. വിവരശേഖരണം, വിദ്യാഭ്യാസം, ആശയവിനിമയം എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാനുകളാണ് രഥങ്ങളായി യാത്രയിൽ ഉപയോഗിക്കുന്നത്. രാജ്യം മുഴുവനും 2800 വാനുകളാണ് സഞ്ചരിക്കുക. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നതായും പാവപ്പെട്ടവർക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നതായും മനസ്സിലാക്കിയതുകൊണ്ടാണ് അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട വികസന പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനത്തിൻ്റെ 4 തൂണുകളാണ് നാരീശക്തി, ഭക്ഷ്യോൽപാദകർ, യുവജനങ്ങൾ, മധ്യവർഗവും ദരിദ്രരും. ഇവർക്ക് കരുത്തേകാനുള്ള കഴിവിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ വികസനത്തിന്റെ തോതെന്നും പ്രധാനമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. झारखंड की इस पावन भूमि से एक नहीं बल्कि 2 ऐतिहासिक अभियानों की शुरुआत होने जा रही. विकसित भारत संकल्प यात्रा सैचुरेशन के सरकार के लक्ष्यों को प्राप्त करने का सशक्त माध्यम बनेगी. PM जनजाति आदिवासी न्याय महाअभियान विलुप्त होने की कगार पर खड़ी जनजातियां, जिसे हम अब तक प्रिमिटिव ट्राइब के रूप में जानते हैं, उनकी रक्षा करेगा, उन्हें सशक्त करेगा. ये दोनों ही अभियान अमृत काल में भारत की विकास यात्रा को नई ऊर्जा देंगे. मेरे परिवारजनों, मुझे सरकार के मुखिया के तौर पर, हेड ऑफ द गवर्नमेंट के तौर पर अब 2 दशक से भी ज्यादा समय बीत गया है. देशवासियों की आकांक्षाओं को जानने का, समझने का मुझे बहुत करीबी से मौका मिला है. अपने उन अनुभवों के आधार पर मैं आज एक अमृत मंत्र आपके सामने रख रहा हूं. भगवान बिरसा मुंडा की धरती से रख रहा हूं. अगले 25 वर्षों के अमृत काल में अगर हमें विकसित भारत की भव्य और दिव्य इमारत का निर्माण करना है, तो हमें उसके 4 अमृत स्तंभों को और मजबूत करना होगा, निरंतर मजबूत करना होगा. हमारी सरकार ने जितना 10 साल में किया, उससे भी ज्यादा ऊर्जा के साथ हमें इन 4 अमृत स्तंभों पर अपनी पूरी ताकत लगानी है. और विकसित भारत के 4 अमृत स्तंभ मैं आपको बताना चाहता हूं. पहला अमृत स्तंभ भारत की हमारी महिलाएं, हमारी माताएं बहनें, हमारी नारी शक्ति. दूसरा अमृत स्तंभ है हमारे भारत के
किसान भाई बहन और किसानी से जुड़े हुए जो कारोबार है, चाहे पशुपालक हो, चाहे मछली पालक हो, ये सारे हमारे अन्नदाता। तीसरा अमृत स्तंभ भारत के नौजवान, हमारे देश की युवा शक्ति। और चौथा अमृत स्तंभ भारत का मध्यम वर्ग, नियो मिडिल क्लास और भारत के मेरे गरीब भाई बहन। इन चार स्तंभों को हम जितना मजबूत करेंगे, विकसित भारत की इमारत भी उतनी ही ऊंची उठेगी। വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും തുടക്കമായി. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അഗളിയിൽ നടന്ന പരിപാടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഗോത്രവർഗ്ഗങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടിരുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള കേരളത്തിലുള്ള പരിപാടി അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവിഭാഗങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഭാരതവും അഭിവൃദ്ധി പ്രാപിക്കും. അതുകൊണ്ടുതന്നെ ഗോത്രവർഗ മുന്നേറ്റത്തിനാണ് കേന്ദ്ര സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 25 വർഷം കൊണ്ട് ഇന്ത്യയെ വികസിത പുരോഗിത രാഷ്ട്രമാക്കും എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തു. അവർ സ്വപ്നം കാണ്ട് വികസിത ഭാരതം യഥാർത്ഥ്യം ആക്കാൻ വേണ്ടി ആണ് ഈ യാത്ര. And it is not only a question of benefiting them. Last year we have celebrated Azadi Ka Amrit Mahotsav, and the Honorable Prime Minister declared that next 25 years shall be dedicated to redoubling our efforts to make India become a developed country, a progressive country, a country which can, as Indians, we can raise our heads with dignity and secure an honorable place in the committee of the nations. This is what our freedom fighters, our constitution makers, this is what they have dreamed. അഗളി EMS പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷനായി. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റണം എന്ന കാഴ്ചപ്പാടോടെയുള്ള വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോത്രവർഗ മന്ത്രാലയത്തിനുള്ള ബജറ്റ് വിഹിതത്തിൽ 190% വർധനമാണ് ഇക്കാലയളവിൽ ഉണ്ടായതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയായിട്ടുള്ള ഈ ഘട്ടത്തിൽ അടുത്ത 25 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമാവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ ആ പ്രയാണം ആദിവാസി സമൂഹങ്ങളും അവർ നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള സംഭാവനകളും ആ സംഭാവനകൾക്ക് മുന്നിൽ ഒരു ഹൃദയാർച്ചന നടത്തിക്കൊണ്ടാണ് തുടക്കം കുറിക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാടിന്റെ തനതായിട്ടുള്ള സംസ്കാരത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ആദിവാസി സഹോദരീ സഹോദരന്മാർക്കുള്ള ആദരവ് കൂടിയാണ് ഈ വികസിത ഭാരത് സങ്കല്പ യാത്ര. സദ്ഭരണത്തിന്റെ ഗുണഫലങ്ങൾ രാജ്യത്ത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതുണ്ട്. എല്ലാവരിലും വികസനം എത്തുക എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, സമൂഹത്തിൽ അധസ്ഥിതരായിട്ടുള്ള സമൂഹങ്ങളിൽ കൂടി ഈ സദ്ഭരണത്തിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാകുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരിലും വികസനമെത്തി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ആദിവാസി വനിത ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരയായത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് ഈ കാലഘട്ടത്തിലാണ്.
മാഡം ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവന്റെ നാഥയായപ്പോൾ രാജ്യത്തെ ആദിവാസി ജനത ഒന്നടങ്കമാണ് ആദരിക്കപ്പെട്ടത്. മാത്രമല്ല, ഗോത്രവർഗ മന്ത്രാലയത്തിന്റെ ബജറ്റ് വിഹിതം, ആ ബജറ്റ് വിഹിതത്തിൽ ഏതാണ്ട് 190% വർധനവാണ് കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. വനാവകാശ നിയമം പാസ്സായത് 2006-ലാണ്. 9 വർഷക്കാലത്തിനിടയിൽ 122 ലക്ഷം ഏക്കർ ഭൂമിയാണ് ആദിവാസികൾക്കായിട്ട് നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രചാരണ പരിപാടികൾ നടക്കുകയാണ്. വികസിത ഭാരത് സങ്കല്പ് യാത്രയുടെ ജില്ലാ നോഡൽ ഓഫീസറും കാനറ ബാങ്കിന്റെ ഡിവിഷണൽ മാനേജറുമായ RP ശ്രീനാഥ് വാർത്താ തരംഗിണിയോട്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 32ഓളം വിവിധ അഭിമാന വികസന പദ്ധതികളുടെ സന്ദേശം ലഭ്യമാക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിവിധ സർക്കാർ പദ്ധതികളുടെ പ്രയോജനങ്ങൾ ലഭിക്കാത്തവരെ കണ്ടെത്തുവാനും അവർക്ക് ആവശ്യമായ സഹായം നൽകുവാനും ഈ യാത്രയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി ഗോത്രവർഗ മേഖലകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭാരത സർക്കാരിന്റെ അഭിമാന വികസന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുകയും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെയും കായിക താരങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലേക്ക് അർഹരായ ജനങ്ങളെ ചേർക്കുക, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുക തുടങ്ങിയവയും ചെയ്തു വരുന്നു. യാത്രയിലുടനീളം ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും സജീവ സാന്നിധ്യം ഉറപ്പിക്കുവാൻ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ യാത്രയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വികസനത്തിന്റെ വെളിച്ചം എത്തിക്കുവാനും 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുവാനും കഴിയും. ചടങ്ങിൽ പങ്കെടുത്തവർ നമ്മുടെ സങ്കല്പം വികസിത ഭാരതം പ്രതിജ്ഞ എടുത്തു. PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ഒരു വീട്ടമ്മ തന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതിനു മുമ്പ് വിറകടുപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവിന് ജോലിക്ക് അയക്കാനും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ കിട്ടി വലിയൊരു ഉപകാരമായി. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നു. കേന്ദ്ര ഗ്രാമവികസന സാമൂഹിക സുരക്ഷാ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടന്നു. പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് വാർത്താ തരംഗിണിയോട്. 2 ദിവസം വികസിത് ഭാരത് സങ്കല്പ യാത്ര അട്ടപ്പാടി ഗോത്ര മേഖലയിലാണ് പര്യടനം നടത്തിയത്. ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് യാത്ര കടന്നു. ആദ്യ ദിവസം എലപ്പുള്ളി പഞ്ചായത്തിലും പുതുനഗരം പഞ്ചായത്തിലും യാത്രാ പരിപാടികൾ അരങ്ങേറി. തേൻകുറിശി, കോട്ടായി, പറളി, പിരായിരി, അകത്തേത്തറ, അമ്പലപ്പാറ, കപ്പൂർ, കൊപ്പം പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര പര്യടനം പൂർത്തിയാക്കി. എല്ലാ പഞ്ചായത്തുകളിലെയും പരിപാടികളിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. വിവിധ കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. PM ഉജ്ജ്വല യോജന പദ്ധതിയിലെ ഗ്യാസ് കണക്ഷനുകൾ യാത്രയുടെ ഭാഗമായി വിതരണം ചെയ്തു. പരിപാടിയിൽ വിവിധ കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. ബാങ്കുകളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. എല്ലായിടത്തും നമ്മുടെ സങ്കല്പം വികസിത ഭാരതം പ്രതിജ്ഞ എടുത്തു. ഗുണഭോക്താക്കൾ പദ്ധതികൾ കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി സുരക്ഷാ യോജന പദ്ധതിയിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് 100% നേട്ടം കൈവരിച്ചതിന്റെ പ്രഖ്യാപനം നടന്നു. കാർഷിക മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം കൃഷി വിദഗ്ധർ വിശദീകരിച്ചു. ഡ്രോണുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. പദ്ധതി അവബോധ ക്യൂസ് മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. യാത്രയുടെ ഭാഗമായുള്ള IEC വാനിൽ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 100% നേട്ടം കൈവരിച്ച കൊപ്പം പഞ്ചായത്തിനുള്ള അനുമോദന പത്രം യാത്രാ ചടങ്ങിൽ കൈമാറി. വികസിത് ഭാരത് സങ്കല്പ യാത്ര വരും ദിവസങ്ങളിലും ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പര്യടനം തുടരും. രാജ്യത്തെ ഓരോ പൗരനോടും വിവേചനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാട് സ്വർഗ്ഗതുല്യമാവൂ. എല്ലാ സർക്കാർ പദ്ധതികളുടെയും പ്രയോജനം എല്ലാവരിലും ഒരേ അളവിൽ എത്തിക്കുക എന്നതാണ് ഈ യാത്രയുടെ പിന്നിലെ ചിന്താഗതി. ഈ സങ്കല്പം അതിന്റെ പൂർണ്ണതയോടെ സാക്ഷാത്കരിക്കാൻ സാധ്യമാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.